ജീവിതത്തിൻ്റെ കനൽപാതകളിൽ നീറിപ്പുകഞ്ഞ് തളർന്നു നിന്ന എത്രയോ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. എങ്ങോട്ടെന്നറിയാതെ നാം പകച്ചു നിന്നപ്പോഴൊക്കെ ഉള്ളിലെവിടെയോ അണയാതെ കിടന്ന ആ ചെറിയൊരു പ്രത്യാശയുടെ കനൽ മാത്രമാണ് നമ്മെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. കടബാധ്യതകളുടെയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെയും ഭാരത്താൽ ശ്വാസം മുട്ടുമ്പോഴും ചുറ്റുമുള്ളവരുടെ കാമക്കണ്ണുകളും കുത്തുവാക്കുകളും ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുമ്പോഴും തോറ്റുകൊടുക്കാൻ മനസ്സുവരാത്ത കേരളത്തിലെ ഓരോ സാധാരണക്കാരിയായ പെൺകരുത്തിനും വേണ്ടിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയൊരു നരകം ഈ ഭൂമിയിലില്ലെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ പൊരുതുന്ന ഓരോ സ്ത്രീയും യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി തന്നെയാണ്. കാലങ്ങളായി ചാണക്യനെ പോലുള്ള മഹാജ്ഞാനികൾ സ്ത്രീകളുടെ ബുദ്ധിവൈഭവത്തെയും തന്ത്രങ്ങളെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ കാലം മാറുമ്പോൾ ആ തന്ത്രങ്ങളുടെ രീതികളും മാറേണ്ടതുണ്ട്. കേവലം പുസ്തകങ്ങളിൽ വായിച്ചു തീർക്കാനുള്ളതല്ല ചാണക്യ സൂത്രങ്ങൾ. മറിച്ച് അടുക്കളയിൽ നിന്ന് കമ്പോളത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഓഫീസുകളിൽ നിന്ന് സംരംഭങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോഴും ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട അതിജീവനത്തിൻ്റെ ആയുധങ്ങളാണവ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ള 10 അടിയന്തര ശീലങ്ങളെക്കുറിച്ചാണ്. ഇവ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന തീക്ഷ്ണമായ ചിന്തകളാണ്. കേരളത്തിൻ്റെ മണ്ണിൽ പണത്തിനായി നെട്ടോട്ടം നടത്തുന്ന മക്കളുടെ പഠിപ്പിനും വീട്ടുവാടകയ്ക്കും വേണ്ടി പുലർച്ചെ എഴുന്നേറ്റ് അധ്വാനിക്കുന്ന ഒട്ടേറെ സാധാരണക്കാരായ സ്ത്രീകളുണ്ട്. ലോട്ടറി വിറ്റും തയ്യൽ ജോലി ചെയ്തും വീട്ടുജോലികൾക്ക് പോയും അന്തസ്സോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹം അവരെ നോക്കുന്ന നോട്ടം പലപ്പോഴും ക്രൂരമാകാറുണ്ട്. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ കാത്തുനിൽക്കുന്ന നരകക്കണ്ണുകൾക്ക് മുന്നിൽ പതറാതെ നിൽക്കാൻ നമുക്ക് പ്രത്യേക ബുദ്ധിസാമർഥ്യം ആവശ്യമാണ്. ഒരു സാധാരണ സ്ത്രീക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കണമെങ്കിൽ അവൾ സാമ്പത്തികമായും മാനസികമായും ശക്തയായിരിക്കണം. നമ്മുടെ പരാജയങ്ങൾ പലതും തുടങ്ങുന്നത് ചെറിയ ചില അശ്രദ്ധകളിൽ നിന്നാണ്. ആ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിക്കും കരുത്തരാകുന്നത്. ഈ പോരാട്ടത്തിൽ നമ്മൾ തളരാതിരിക്കാൻ നമ്മുടെ ശീലങ്ങളെ മാറ്റിമറിച്ചേ മതിയാകൂ. നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്തെന്നാൽ നമ്മളെല്ലാവരെയും അമിതമായി വിശ്വസിക്കുകയും നമ്മുടെ ബലഹീനതകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നതാണ്. ശത്രുവിനേക്കാൾ അപകടകാരി കൂടെ നിന്ന് ചിരിക്കുന്ന ചതിയന്മാരാണെന്ന് ചാണക്യൻ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ ശത്രു എന്നത് നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന അയൽവാസിയോ നമ്മളെ ചൂഷണം ചെയ്യാൻ നോക്കുന്ന ആളുകളോ ആകാം. സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സങ്കടങ്ങൾ എല്ലാവരോടും പറയുക എന്നതാണ്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ കണ്ണീര് കണ്ട് ആരും പണം നൽകില്ല, മറിച്ച് ആ കണ്ണീരിനെ അവർ തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഉപയോഗിക്കും. അതുകൊണ്ട് ആദ്യത്തെ ശീലമായി മാറ്റേണ്ടത് നിങ്ങളുടെ സാമ്പത്തിക ദാരിദ്ര്യവും മനസ്സിൻ്റെ സങ്കടങ്ങളും പുറത്തു പറയാതിരിക്കുക എന്നതാണ്. പണമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ കാണുമ്പോൾ സമൂഹം നിങ്ങളെ വില കുറച്ച് കാണും. അത് ചൂഷകർക്ക് എളുപ്പത്തിൽ വഴി തുറക്കും. പണത്തിന് കഷ്ടപ്പെടുമ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരിയും ആത്മവിശ്വാസവും നിലനിർത്താൻ ശീലിക്കുക. അത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധക്കോട്ടയാണ്. സ്വന്തം അധ്വാനം കൊണ്ട് 1 രൂപയുണ്ടാക്കിയാലും അത് അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കുക. ആ 1 രൂപയിൽ നിന്നാണ് നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പലപ്പോഴും അയൽപ്പക്കത്തെ കൂട്ടായ്മകളിലും കുടുംബശ്രീ യോഗങ്ങളിലും തങ്ങളുടെ വീട്ടുവിശേഷങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും പരസ്യമായി ചർച്ച ചെയ്യാറുണ്ട്. സഹതാപം പ്രതീക്ഷിച്ചാണ് ഇത് പറയുന്നതെങ്കിലും കേൾക്കുന്നവർ ഇതിനെ പിന്നീട് നമുക്കെതിരെയുള്ള ആയുധമാക്കുകയാണ് പതിവ്. നിസ്സഹായത പുറത്തു കാണിക്കുന്ന സ്ത്രീയെ എളുപ്പത്തിൽ വീഴ്ത്താം എന്ന് കരുതുന്ന ഒരു വിഭാഗം പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. പണത്തിൻ്റെ അത്യാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ സഹായഹസ്തവുമായി വരും. പക്ഷേ അതിനു പിന്നിൽ വലിയൊരു കെണിയുണ്ടാകും. അത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ നിങ്ങളുടെ ദാരിദ്ര്യം ഒരു രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. പണമില്ലെങ്കിലും അന്തസ്സോടെയും തലയുയർത്തിയും ജീവിക്കാൻ പഠിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ ഒന്നാമത്തെ ബുദ്ധിപരമായ ശീലം. നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ വീട്ടമ്മയുടെ കഥ നോക്കാം. ഭർത്താവ് പെട്ടെന്ന് രോഗബാധിതനായപ്പോൾ കുടുംബത്തിൻ്റെ വണ്ടി ഓടിക്കാൻ വലിയൊരു തുക കടമെടുക്കേണ്ടി വന്നു. അത് അയൽപ്പക്കത്തും നാട്ടിലും സംസാരിച്ചപ്പോൾ സഹായത്തേക്കാൾ കൂടുതൽ പരിഹാസവും മാറ്റിനിർത്തലുകളുമാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ തൻ്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മൗനമായി അവൾ തയ്യൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിനാധ്വാനത്തിലൂടെ കടങ്ങൾ വീട്ടുകയും ചെയ്തപ്പോൾ പഴയ പരിഹാസക്കാർ തന്നെ ബഹുമാനത്തോടെ നോക്കാൻ തുടങ്ങി. ഇതാണ് മാറ്റം. രണ്ടാമതായി നാം ആയുധമാക്കേണ്ടത് മൗനത്തെയാണ്. സ്ത്രീകൾ എപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പെരുമാറുന്നവരാണെന്ന തെറ്റായ ധാരണ ഈ സമൂഹത്തിനുണ്ട്. ആ ധാരണയെ നാം തിരുത്തിക്കുറിച്ചേ മതിയാകൂ. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുകയോ മോശം നോട്ടങ്ങൾ കൊണ്ട് അലോസരപ്പെടുത്താൻ നോക്കുകയോ ചെയ്താൽ ഒച്ചവെച്ച് ബഹളമുണ്ടാക്കുന്നതിന് പകരം മൂർച്ചയേറിയ നോട്ടം കൊണ്ടും കർക്കശമായ മൗനം കൊണ്ടും അവരെ നിഷ്പ്രഭരാക്കുക. ശത്രുവിനെ എപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുക എന്ന ചാണക്യതന്ത്രം ഇവിടെ പ്രയോഗിക്കാം. നിങ്ങളുടെ മൗനം അവർക്ക് ഭയമുണ്ടാക്കണം.
ജോലിക്കിടയിലോ യാത്രകൾക്കിടയിലോ നിങ്ങളെ വേട്ടയാടാൻ വരുന്ന കാമക്കണ്ണുകളെ നേരിടാൻ ശരീരഭാഷയിൽ ഒരു ഗാംഭീര്യം കാത്തുസൂക്ഷിക്കുക. ഭയന്ന് വിറയ്ക്കുന്ന പെണ്ണിനെയല്ല, മറിച്ച് തലയുയർത്തിപ്പിടിച്ച് നെഞ്ചുറപ്പോടെ നിൽക്കുന്ന സ്ത്രീയെ സമീപിക്കാൻ ഈ സമൂഹം 10 തവണ ആലോചിക്കും. നിസ്സഹായത ഒരു ശാപമല്ല, എന്നാൽ അതിനെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നത് വലിയൊരു തെറ്റാണ്. ഇതിനൊപ്പം മൂന്നാമത്തെ ശീലമായി സാമ്പത്തിക അച്ചടക്കം വളർത്തിയെടുക്കണം. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം സ്ത്രീകളും കടബാധ്യതകൾ എന്ന കെണിയിൽ പെട്ടുഴലുന്നുണ്ട്. അയൽപ്പക്കത്തെ ആഡംബരങ്ങൾ കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കാൻ വേണ്ടി ചിട്ടികളും വായ്പകളും എടുത്ത് ഒടുവിൽ പലിശക്കാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന എത്രയോ അമ്മമാരും സഹോദരിമാരും നമുക്കിടയിലുണ്ട്. കടം വാങ്ങുന്നത് സ്വന്തം സ്വാതന്ത്ര്യത്തെ പണയം വയ്ക്കുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. എത്ര കഷ്ടപ്പാടാണെങ്കിലും ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുന്നത് ഒരിക്കലും നാണക്കേടല്ല. കടം വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കളേക്കാൾ വലുതാണ് സമാധാനത്തോടെയുള്ള ഒരു ഉറക്കം. നിസ്സാരമായ വരുമാനമാണെങ്കിൽ പോലും അതിൽ നിന്നും ഒരു ചെറിയ പങ്ക് നാളേക്ക് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ സമ്പാദ്യം എത്ര ചെറുതാണെങ്കിലും അത് കയ്യിലുണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആ കരുത്ത് മറ്റാരും നിങ്ങൾക്ക് നൽകില്ല. ആണുങ്ങൾ സ്വർണവും പണവും പണയം വെക്കാൻ പറയുമ്പോൾ മറുത്തു പറയാൻ കഴിയാത്തതാണ് പല സ്ത്രീകളുടെയും തകർച്ചയ്ക്ക് കാരണം. നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ മാത്രം സുരക്ഷാ കവചമായിരിക്കണം. സ്വന്തം അധ്വാനം കൊണ്ട് വളർന്ന പല സ്ത്രീകളുടെയും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വാവിട്ട് കരയുകയല്ല, മറിച്ച് അതിശക്തമായ തന്ത്രങ്ങളിലൂടെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിലൂടെയും തങ്ങളെ തകർക്കാൻ നോക്കിയവർക്ക് മറുപടി നൽകുകയാണ് ചെയ്തത്. നാലാമതായി, സ്വയം വിവേചന ബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക. മലയാളി സ്ത്രീകൾ പലപ്പോഴും സ്വന്തം കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ട്. ഭർത്താവോ അച്ഛനോ സഹോദരനോ പറയുന്നതിനപ്പുറം സ്വന്തമായി ഒരു ചിന്ത പ്രാവർത്തികമാക്കാൻ ഭയപ്പെടുന്നു. ഈ ഭയം മാറ്റിവെച്ചേ തീരൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ബിസിനസ് ചെയ്യണോ, ജോലിക്ക് പോകണോ, കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിലൊക്കെ സ്വന്തമായ നിലപാടുകൾ ഉണ്ടാകണം. ചാണക്യന്റെ ദർശനപ്രകാരം സ്വയം പര്യാപ്തതയില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആദരവ് ലഭിക്കുകയില്ല. സമൂഹത്തിന്റെ കുത്തുവാക്കുകളെ ഭയന്ന് സ്വന്തം സ്വപ്നങ്ങളെ അടുക്കളയിലെ പുകയൂതിക്കെടുത്തരുത്. നിങ്ങളെ തളർത്താൻ നോക്കുന്നവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കുക എന്നതാണ് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മറുപടി. തോറ്റുപോയാലും അത് നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിന്റെ പുറത്തായിരിക്കണം. അതിൽ നിന്നും പഠിക്കുന്ന പാഠമാണ് നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നത്. അഞ്ചാമതായി, മറ്റുള്ളവരുമായുള്ള താരതമ്യം പൂർണ്ണമായും ഒഴിവാക്കുക. സോഷ്യൽ മീഡിയയിലെ വ്യാജമായ സന്തോഷങ്ങൾ കണ്ടോ, സുഹൃത്തുക്കളുടെ ആഡംബര ജീവിതം കണ്ടോ നിങ്ങളുടെ ജീവിതത്തെ അളക്കരുത്. ഓരോരുത്തരുടെയും പോരാട്ടങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്കിന്ന് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ നാളത്തെ നിങ്ങളുടെ വലിയൊരു വിജയത്തിന്റെ അടിത്തറയായിരിക്കാം. ഒരു യഥാർത്ഥ യോദ്ധാവ് തന്റെ പോരാട്ടഭൂമിയെയും ആയുധങ്ങളെയും തിരിച്ചറിഞ്ഞു മാത്രമേ യുദ്ധം ചെയ്യാവൂ എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ആയുധം നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയുമാണ്. നേരം പുലരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ കുടുംബത്തിനു വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും കഠിനമായി അധ്വാനിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഇതിഹാസമാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നത് നിർത്തി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ വീടും വണ്ടിയും കണ്ട് മനസ്സ് വിഷമിപ്പിക്കുന്ന സ്ത്രീക്ക് ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുന്നിലുള്ള വഴിയിലൂടെ മാത്രം നോക്കി നടക്കുക. ഒരു യഥാർത്ഥ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തനിച്ചായിപ്പോയ ഒരു അമ്മ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി നാട്ടുകാരുടെ സഹായം തേടാതെ സ്വന്തമായി ഒരു തട്ടുകട തുടങ്ങി. ചുറ്റുമുള്ളവർ ഒരുപാട് കുറ്റങ്ങൾ പറയുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ മറ്റുള്ളവരുടെ ആഡംബരങ്ങളിലേക്ക് നോക്കാതെ സ്വന്തം ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച അവർ ഇന്ന് മക്കളെ നല്ല നിലയിലാക്കുക മാത്രമല്ല, ഒരു മികച്ച സംരംഭകയായി മാറുകയും ചെയ്തു. ആറാമതായി നാം വളർത്തിയെടുക്കേണ്ടത് നിരന്തരമായ നൈപുണ്യ വികസനമാണ്. 10ാം ക്ലാസ്സോ ഡിഗ്രിയോ പഠിച്ച് വിദ്യാഭ്യാസം കൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. എന്നാൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എത്രയോ ജോലികളും ബിസിനസ്സുകളും ഇന്ന് ഓൺലൈൻ വഴി നമുക്ക് ലഭ്യമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും മടിക്കരുത്. സാങ്കേതിക വിദ്യയെ ഭയക്കാതെ സ്മാർട്ട് ഫോൺ കേവലം വിനോദത്തിന് മാത്രമല്ലാതെ വരുമാന മാർഗമാക്കി മാറ്റാൻ നാം ശീലിക്കണം. അറിവാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും ഒരു സ്ത്രീ അറിവുള്ളവളാകുമ്പോൾ അവൾ ആ കുടുംബത്തെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണെന്നും ചാണക്യൻ വ്യക്തമാക്കുന്നുണ്ട്. തയ്യലോ പാചകമോ യൂട്യൂബോ കമ്പ്യൂട്ടറോ എന്തുമാകട്ടെ, അതിൽ നിങ്ങളുടെ പരമാവധി മിടുക്ക് തെളിയിക്കുക. നിങ്ങളെ തേടി ആളുകൾ വരുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കഴിവിനെ വളർത്തിയെടുക്കുക. ഏഴാമത്തെ കാര്യം വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ എടുക്കുന്ന പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പലപ്പോഴും വലിയ വിപത്തുകളിലേക്ക് നമ്മെ എത്തിക്കാറുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സ് ശാന്തമാക്കി വെക്കാൻ പഠിക്കണം. ശാന്തമായ മനസ്സിന് മാത്രമേ ശരിയായ തന്ത്രങ്ങൾ മെനയാൻ സാധിക്കൂ എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. കടം കയറി നിൽക്കുമ്പോഴോ ജീവിതത്തിൽ വലിയൊരു തകർച്ചയുണ്ടാകുമ്പോഴോ
ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒളിച്ചോടുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുന്നത് ഭീരുത്വമാണ്. പ്രശ്നങ്ങളെ നേരിട്ട് നോക്കി പുഞ്ചിരിക്കാൻ പഠിക്കുക. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ പ്രതിസന്ധികളെ നേരിടുമ്പോൾ പ്രശ്നങ്ങൾ പോലും വഴിമാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഒരിക്കലും വികാരങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, തന്ത്രപരമായി നീങ്ങുക. കരഞ്ഞു തീർക്കാനുള്ളതല്ല, പെണ്ണുടൽ മറിച്ച് പ്രതിസന്ധികളോട് പൊരുതി ജയിക്കാനുള്ളതാണെന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. വികാരങ്ങൾക്കടിപ്പെട്ട് വീണുപോകാതെ ഉറച്ചുനിന്ന ചരിത്രമാണ് നമുക്ക് മാതൃകയാക്കേണ്ടത്. 8ാമത്തെ ശീലം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങളുടെ സുഹൃദ്വലയത്തെ തിരഞ്ഞെടുക്കുന്നതിലാണ്. നിങ്ങളുടെ വളർച്ചയെ തടയുന്ന എപ്പോഴും കുറ്റങ്ങളും പരാതികളും മാത്രം പറയുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൂരേക്ക് മാറ്റുക. പോസിറ്റീവായി ചിന്തിക്കുന്ന, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യരുമായി മാത്രം കൂട്ടുകൂടുക. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ അവരോട് അകലം പാലിക്കുന്നത് തന്നെയാണ് ബുദ്ധി. ചീത്ത കൂട്ടുകെട്ട് ഒരു വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിച്ചു കളയുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്വയം പ്രയത്നിച്ച് മുന്നേറുന്ന മറ്റ് സ്ത്രീകളെ മാതൃകയാക്കുക, അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുക. ഒരുമിച്ച് ചേർന്ന് പരസ്പരം താങ്ങായി നിൽക്കാൻ പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും. 9ാമതായി നമ്മൾ മാറ്റിയെടുക്കേണ്ട ശീലം നമ്മുടെ ആരോഗ്യത്തെ അവഗണിക്കുന്നതാണ്. സ്വന്തം കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ പല അമ്മമാരും സ്വന്തം ആരോഗ്യം തീർത്തും മറന്നുപോകുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറെ കാണിക്കാതെ നടക്കുന്നത് വഴി നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ കൂടിയാണ് അപകടത്തിലാക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകൂ. ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ സ്വത്ത് അയാളുടെ ആരോഗ്യമാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ശക്തമായിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പരിപാലിക്കുക. ദിവസവും കുറച്ച് സമയം നിങ്ങൾക്കായി മാറ്റിവെക്കുക. നിങ്ങളുടെ ആരോഗ്യം മോശമായാൽ തകർന്നു പോകുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി കൂടിയാണെന്ന കാര്യം മറക്കരുത്. ആരോഗ്യം മോശമായി കിടപ്പിലായപ്പോൾ തങ്ങളെ നോക്കാൻ ആരുമില്ലാതെ പോയ ഒരുപാട് അമ്മമാരുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനാൽ സ്വയം പരിപാലിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. 10ാമത്തെയും അവസാനത്തേതുമായ ശീലം ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയമാണ്. ജീവിതം എത്രയൊക്കെ നമ്മളെ അടിച്ചു താഴെയിട്ടാലും വീണയിടത്തുനിന്നും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുക. കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ച് സ്വന്തം ചോരയും നീരും നൽകി മക്കളെ വളർത്തുന്ന പണത്തിനു വേണ്ടി അന്തസ്സ് പണയം വയ്ക്കാത്ത ഓരോ സ്ത്രീയും ദൈവത്തിന്റെ പ്രതിരൂപമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ താൽക്കാലികം മാത്രമാണെന്ന് തിരിച്ചറിയുക. കഠിനമായ പ്രയത്നത്തിലൂടെ നേടാൻ കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്ന് ചാണക്യന്റെ അമൃതവചനങ്ങൾ എപ്പോഴും ഓർക്കുക. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ വീണ്ടും ജ്വലിപ്പിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, മറിച്ച് നിങ്ങളുടെ കൂടെ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. അപ്പോൾ വിജയം നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കും. ഈ സമൂഹത്തിൽ പുരുഷന്മാരുടെ ചൂഷണങ്ങൾക്കും അപവാദ പ്രചാരണങ്ങൾക്കും ഇരയാകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ഒന്നേയുള്ളൂ: നിങ്ങളുടെ ഭൂതകാലമല്ല, മറിച്ച് നിങ്ങളുടെ കർമ്മങ്ങളാണ് ഭാവി നിശ്ചയിക്കുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും നാളത്തെ വിജയത്തിളക്കത്തിന് മാറ്റുകൂട്ടുകയുള്ളൂ. ആരുടെയും മുന്നിൽ ദയയ്ക്കായി കൈനീട്ടരുത്. സ്വന്തം അധ്വാനം കൊണ്ട് നെഞ്ചുറപ്പോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. എൻ്റെ അനുഭവങ്ങളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും നോക്കിയാൽ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും വലിയ ബുദ്ധിശാലിയായി മാറുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സങ്കടങ്ങൾ വരുമ്പോൾ കരഞ്ഞു തീർക്കുന്നതിനേക്കാൾ അതൊരു വാശിയായി മനസ്സിൽ സൂക്ഷിച്ചവരാണ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളത്. ഈ 10 ശീലങ്ങളും കേവലം വാക്കുകളല്ല, ജീവിതത്തിൽ പകർത്തിയാൽ അതിശയകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആയുധങ്ങളാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചം നൽകിയിട്ടുണ്ടെങ്കിൽ, ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. തോറ്റുകൊടുക്കാൻ നമുക്ക് മനസ്സില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി പുതിയൊരു ശീലത്തോടെ നാളെ മുതൽ ജീവിച്ചു തുടങ്ങുക. നന്ദി.